ദൈവവചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. അവരുടെ യാത്രകൾക്കുള്ള കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലിയ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് നീങ്ങി. അവർ റെഫീദീമിൽ പാളയമടിച്ചു. ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. ജനം മോശയുമായി കലഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കുടിക്കേണ്ടതിന് ഞങ്ങൾക്ക് വെള്ളം തരുവിൻ. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നോട് കലഹിക്കുന്നു? നിങ്ങൾ എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? അവിടെ ജനം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു. അപ്പോൾ മോശയ്ക്കെതിരെ ജനം പിറുപിറുത്തു. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ്? എന്നെയും എൻ്റെ മക്കളെയും കന്നുകാലികളെയും ദാഹം കൊണ്ട് കൊല്ലാനോ? മോശ കർത്താവിനോട് ഇപ്രകാരം നിലവിളിച്ചു, ഈ ജനത്തോട് ഞാൻ എന്തു ചെയ്യും? അല്പം കൂടി കഴിഞ്ഞാൽ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ജനത്തിന്റെ മുൻപിൽ കടന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ നിന്ന് ചിലരെ നിന്നോടൊപ്പം കൂട്ടി നീ നൈലിന്മേൽ അടിക്കാൻ ഉപയോഗിച്ച നിന്റെ വടിയും കയ്യിലെടുത്ത് നടക്കുക. ഞാനിതാ നിനക്ക് മുൻപിൽ അവിടെ ഹോറേബിലെ പാറമേൽ നിൽക്കുന്നുണ്ടാകും. നീ ആ പാറയിൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് ജലം നിർഗളിക്കും. ജനം കുടിക്കുകയും ചെയ്യും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ കൺമുൻപിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേലിയർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് തങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും അവൻ ആ സ്ഥലത്തിന് മാസായും മെറീബായും എന്ന് പേര് വിളിച്ചു. അമലേക്ക് വന്ന് റെഫീദീമിൽ ഇസ്രായേൽക്കാരുമായി യുദ്ധം ചെയ്തു. മോശ ജോഷുവയോട് പറഞ്ഞു, നമുക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുക, പുറപ്പെട്ട് അമലേക്യരുമായി യുദ്ധം ചെയ്യുക. എൻ്റെ കയ്യിൽ ദൈവത്തിന്റെ വടിയുമായി നാളെ ഞാൻ കുന്നിൻ മുകളിൽ നിലയുറപ്പിക്കും. അമലേക്യരുമായി പൊരുതാൻ മോശ തന്നോട് പറഞ്ഞതുപോലെ തന്നെ ജോഷുവ പ്രവർത്തിച്ചു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ കുന്നിൻ മുകളിൽ കയറി. മോശ തൻ്റെ കരം ഉയർത്തുന്നതനുസരിച്ച് ഇസ്രായേൽക്കാർ മുന്നേറി. തൻ്റെ കരം താഴ്ത്തുന്നതനുസരിച്ച് അമലേക്ക് മുന്നേറി. മോശയുടെ കരങ്ങൾ കുഴഞ്ഞവയായി. അവർ ഒരു കല്ലെടുത്ത് അവന്റെ കീഴിലേക്ക് വെച്ചു കൊടുത്തു. അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും ഒരുവൻ ഒരു വശത്തും അപരൻ മറുവശത്തുമായി അവന്റെ കരങ്ങൾ താങ്ങിക്കൊടുത്തു. അതിനാൽ സൂര്യൻ മറയുന്നത് വരെ അവന്റെ കരങ്ങൾ ദൃഢമായി നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ നിലംപരിച്ചാക്കി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ സ്മാരകമായി ഇത് പുസ്തകത്തിൽ എഴുതുക. ആകാശത്തിൻ കീഴിൽ നിന്ന് അമലേക്കിന്റെ ഓർമ്മ ഞാൻ തീർത്ത് തുടച്ചു നീക്കുമെന്ന് ജോഷുവയുടെ ചെവികളിൽ എത്തിക്കുക. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിന് യാഹ്വേ നിസി എന്ന് പേര് വിളിച്ചു. അവൻ പറഞ്ഞു, ശക്തി കർത്തന്റെ സിംഹാസനത്തിന്മേലായതുകൊണ്ട് യുദ്ധം കർത്താവിൻ്റെതായിരിക്കും അമലേക്യർക്കെതിരെ തലമുറ തോറും. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം. ദൈവം മോശയ്ക്കും അവിടുത്തെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതെല്ലാം, അതായത് കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മിദിയാന്റെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടു. മോശയുടെ ഭാര്യ സിപ്പോരായെ അവർ പറഞ്ഞയച്ചതിനെ തുടർന്ന് മോശയുടെ അമ്മായിയപ്പൻ ജത്രോ സ്വീകരിച്ചിരുന്നു അവളുടെ 2 പുത്രന്മാരെയും. അവരിൽ ഒരുവന്റെ പേര് ഗർശോം, കാരണം അന്യനാട്ടിൽ ഞാൻ പ്രവാസിയാണ് എന്നവൻ പറഞ്ഞിരുന്നു. അപരന്റെ പേര് എലിയേസർ, കാരണം എൻ്റെ പിതാവിന്റെ ദൈവം എൻ്റെ സഹായമാണ്. അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു. മോശയുടെ അടുക്കലേക്ക് അവൻ പാളയമടിച്ചിരുന്ന ദൈവത്തിന്റെ മലയുള്ളിടത്തെ മരുഭൂമിയിലേക്ക് മോശയുടെ അമ്മായിയപ്പൻ ജത്രോയും മോശയുടെ മക്കളും ഭാര്യയും വന്നു. മോശയോട് അവൻ പറഞ്ഞു, നിന്റെ അമ്മായിയപ്പനായ ഞാൻ ജത്രോ നിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. നിന്റെ ഭാര്യയും അവളോടൊപ്പം 2 പുത്രന്മാരുമുണ്ട്. മോശ തൻ്റെ അമ്മായിയപ്പനെ എതിരേൽക്കാൻ പുറത്തേക്കിറങ്ങി.
അവൻ അവനെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്തു. അവർ പരസ്പരം ക്ഷേമാന്വേഷണം നടത്തി. എന്നിട്ട് കൂടാരത്തിലേക്ക് പോയി. ഇസ്രായേൽക്കാരെ പ്രതി കർത്താവ് ഫറവോയോടും ഈജിപ്തുകാരോടും ചെയ്ത സകലതും, വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട സകല കഷ്ടതയും, എന്നാൽ കർത്താവ് തങ്ങളെ വിമോചിപ്പിച്ചതും മോശ തൻ്റെ അമ്മായിയപ്പനോട് വിവരിച്ചു. ഈജിപ്തുകാരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് ചെയ്ത സകല നന്മകളെയും കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു. ജത്രോ പറഞ്ഞു, ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും ഫറവോയുടെ കയ്യിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച, ജനത്തെ ഈജിപ്തുകാരുടെ കൈക്കീഴിൽ നിന്ന് വിമോചിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അക്കൂട്ടർ ഇവരുടെ മേൽ കാണിച്ച ധാർഷ്ട്യഭാവം കൊണ്ട് തന്നെ എല്ലാ ദേവന്മാരെയും കാൾ വലിയവൻ കർത്താവാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. മോശയുടെ അമ്മായിയപ്പൻ ജത്രോ ദൈവത്തിന് ഹോമവസ്തുവും ബലിവസ്തുക്കളും കൊണ്ടുവന്നു. ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് അഹ്റോനും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരും വന്നു. പിറ്റേ ദിവസം മോശ ജനത്തെ ന്യായവിചാരണ ചെയ്യാൻ ഉപവിഷ്ടനായപ്പോൾ ജനം പ്രഭാതം മുതൽ പ്രദോഷം വരെ മോശയുടെ പക്കൽ നിൽക്കാനിടയായി. മോശ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അവന്റെ അമ്മായിയപ്പൻ ജത്രോ ചോദിച്ചു, ജനത്തോട് നീ ഈ ചെയ്യുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് ഉപവിഷ്ടനായിരിക്കുന്നതും ജനമെല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ പക്കൽ നിൽക്കുന്നതും? മോശ തൻ്റെ അമ്മായിയപ്പനോട് പറഞ്ഞു, ദൈവത്തോട് ആരായാൻ ജനം എൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ. എന്തെന്നാൽ അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കിടയിൽ ഞാൻ ന്യായവിചാരണ നടത്തുകയും ദൈവത്തിൻ്റെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞു, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉചിതമല്ല. നീയും നിന്നോടൊപ്പമുള്ള ഈ ജനവും ക്ഷീണിച്ച് വിവശരാകും. കാരണം ഈ കാര്യം നിനക്ക് താങ്ങാവുന്നതിനേക്കാൾ ഭാരിച്ചതാണ്. നിനക്ക് തനിയെ അത് ചെയ്യാനാവില്ല. ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുക, ഞാൻ നിന്നെ ഉപദേശിക്കാം. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നീ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം. കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുകയും വേണം. ചട്ടങ്ങളും നിയമങ്ങളും നീ അവരെ പഠിപ്പിക്കണം. അവർ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട പ്രവൃത്തിയും നീ അവരെ അറിയിക്കണം. മുഴുവൻ ജനത്തിലും നന്നായി കാര്യപ്രാപ്തിയും ദൈവഭയവുമുള്ള ആളുകളെ, സത്യസന്ധരായ നീചലാഭം വെറുക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ സഹസ്രാധിപന്മാരായും ശതാധിപന്മാരായും അർദ്ധശതാധിപന്മാരായും ദശാധിപന്മാരായും നീ അവരുടെ മേൽ നിയമിക്കുക. അവർ ഏത് സമയത്തും ജനത്തിനു വേണ്ടി ന്യായം വിധിക്കട്ടെ. ഗൗരവമുള്ള വിഷയമെല്ലാം അവർ നിന്റെ അടുത്ത് എത്തിക്കട്ടെ. ലഘുവായ വിഷയമെല്ലാം അവർ തന്നെ ന്യായവിചാരണ ചെയ്യട്ടെ. അങ്ങനെ നീ നിന്റെ മേൽ നിന്ന് ഭാരം ലഘൂകരിക്കുകയും അവർ നിന്നോടൊപ്പം ഭാരം വഹിക്കുകയും ചെയ്യട്ടെ. നീ ഇക്കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിക്കുക കൂടി ചെയ്താൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകും. ഈ ജനമെല്ലാം സമാധാനത്തിൽ സ്വന്തം സ്ഥലത്തേക്ക് പോകുകയും ചെയ്യും. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ സ്വരം കേട്ട് അവൻ പറഞ്ഞതെല്ലാം പ്രവർത്തിച്ചു. മോശ ഇസ്രായേൽ മുഴുവനിലും നിന്ന് കാര്യപ്രാപ്തിയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ജനത്തിൻ്റെ മേൽ തലവന്മാരായി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും അർദ്ധശതാധിപന്മാരും ദശാധിപന്മാരുമായി നിയമിച്ചു. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായപാലനം ചെയ്തു. പ്രയാസമുള്ള കാര്യമെല്ലാം അവർ മോശയുടെ അടുത്ത് എത്തിച്ചു. ലഘുവായ കാര്യത്തിലെല്ലാം അവർ തന്നെ ന്യായം വിധിച്ചു. അനന്തരം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്ര അയച്ചു. അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം അതേ ദിവസം ഇസ്രായേലിയർ സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ചു. രഫീദീമിൽ നിന്ന് നീങ്ങി സീനായ് മരുഭൂമിയിൽ വന്ന് അവർ മരുഭൂമിയിൽ പാളയമടിച്ചു. അവിടെ മലയ്ക്ക് നേരെയാണ് ഇസ്രായേൽക്കാർ പാളയമടിച്ചത്. മോശ ദൈവത്തിന്റെ പക്കലേക്ക് കയറി. മലയിൽ നിന്ന് കർത്താവ് അവനോട് വിളിച്ചു പറഞ്ഞു,
നീ ഇങ്ങനെ യാക്കോബിന്റെ ഭവനത്തോട് പറയണം, ഇസ്രായേലിയരോട് വിവരിക്കണം, ഞാൻ ഈജിപ്തുകാരോട് ചെയ്തത് നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങളെ കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം സശ്രദ്ധം ശ്രവിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഭൂമി മുഴുവൻ എൻ്റേതാണെങ്കിലും എല്ലാ ജനങ്ങളെയും കാൾ നിങ്ങൾ എനിക്ക് സ്വന്തമായ നിധിയായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനതയുമായിരിക്കും. ഇസ്രായേലിയരോട് നീ പറയേണ്ട വാക്കുകളാണിവ. മോശ ചെന്ന് ജനശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് തന്നോട് കൽപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. ജനമെല്ലാം ഒരുമിച്ച് മറുപടിയായി കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്കുകളുമായി കർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ജനം അനുസരിക്കേണ്ടതിനും ഒപ്പം അവർ നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനുമായി ഇതാ ഞാൻ കനത്ത മേഘത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നു. ജനത്തിന്റെ വാക്കുകൾ മോശ കർത്താവിനോട് ഉണർത്തിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഇന്നും നാളെയും അവരെ വിശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകട്ടെ. 3-ാം ദിവസം അവർ ഒരുങ്ങിയിരിക്കട്ടെ. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവന്റെയും കൺമുൻപാകെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. മലയിൽ കയറാതെയും അതിൻ്റെ അതിർത്തി തൊടാതെയും നിങ്ങൾ ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞ് നീ ജനത്തെ ചുറ്റും നിയന്ത്രിച്ചു നിർത്തുവിൻ. മലയെ സ്പർശിക്കുന്ന ആരും തീർച്ചയായും വധിക്കപ്പെടും. ഒരു കരവും അവനെ തൊടരുത്, മറിച്ച് അവൻ നിഷ്ഠൂരം കല്ലെറിയപ്പെടണം, അല്ലെങ്കിൽ നിർദ്ദയം അമ്പെയ്യപ്പെടണം. മൃഗമായാലും മനുഷ്യനായാലും അത് ജീവനോടെ ഇരിക്കരുത്. കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയിൽ കയറിക്കൊള്ളട്ടെ. മോശ മലയിൽ നിന്ന് ജനത്തിന്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ജനത്തെ വിശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3 ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. നിങ്ങൾ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല. 3-ാം ദിവസം പ്രഭാതമായപ്പോൾ മലമുകളിൽ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണറുകളും കനത്ത ഒരു മേഘവും ഉണ്ടായി. അതിശക്തമായ കാഹളധ്വനിയും. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കണ്ടുമുട്ടാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ അവരോഹണം ചെയ്യുകയാൽ സീനായ് മല മുഴുവൻ പുകഞ്ഞു. അതിൻ്റെ പുക ചൂളയുടെ പുക പോലെ ഉയർന്നു. മലയൊന്നാകെ പ്രകമ്പനം കൊണ്ടു. കാഹളധ്വനി ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം അവനോട് ഇടിമുഴക്കത്തിൽ ഉത്തരമരുളുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് സീനായ് മലമേൽ മലമുകളിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കർത്താവിന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി അതിക്രമിച്ച് കടക്കാതിരിക്കാനും അങ്ങനെ അവരിൽ അനേകർ നിബന്ധിക്കാതിരിക്കാനും വേണ്ടി നീ ഇറങ്ങിച്ചെന്ന് ജനത്തെ താക്കീത് ചെയ്യുക. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങൾക്കെതിരായി കർത്താവ് കോപിഷ്ഠനാകാതിരിക്കാൻ സ്വയം വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, സീനായ് മലയിലേക്ക് കയറാൻ ജനത്തിന് സാധിക്കുകയില്ല. എന്തെന്നാൽ മലയ്ക്ക് അതിർത്തി നിശ്ചയിക്കുക, അതിനെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് തന്നെ ഞങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് നീയും നിന്നോടൊപ്പം അഹരോനും കയറി വരിക. എന്നാൽ കർത്താവ് തങ്ങളോട് കുപിതനാകാതിരിക്കാൻ പുരോഹിതന്മാരും ജനവും അവിടുത്തെ പക്കലേക്ക് അതിക്രമിച്ച് കയറി വരാതിരിക്കട്ടെ. മോശ ജനത്തിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. 49-ാം സങ്കീർത്തനം. സമസ്ത ജനങ്ങളെ ഇത് കേൾക്കുവിൻ, സമസ്ത ഭൂവാസികളെ ചെവി ഓർക്കുവിൻ. സാധാരണക്കാരും ഉന്നതരും ധനികനും ദരിദ്രനും ഒരുമിച്ച് തന്നെ. എൻ്റെ വായ് ജ്ഞാനവിഷയങ്ങൾ സംസാരിക്കും, എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം വിവേക വിഷയങ്ങളാണ്. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. കിന്നരം കൊണ്ട്
ഞാൻ എൻ്റെ കടങ്കഥ വിശദമാക്കും. ക്ലേശകാലത്ത് ഞാൻ എന്തിനു ഭയപ്പെടണം? എന്നെ ചതിക്കുന്നവരുടെ കുറ്റം എന്നെ വലയം ചെയ്യുന്നു. തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്നവരാണ് അവർ. തങ്ങളുടെ സമ്പദ് സമൃദ്ധിയിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് ആരെയും പൂർണ്ണമായി വീണ്ടെടുക്കാനാകില്ല. സ്വന്തം മോചനദ്രവ്യം ദൈവത്തിന് കൊടുക്കാനുമാകില്ല. ജീവന്റെ പരിത്രാണ വില അമൂല്യമാണ്. അത് ഒരിക്കലും പര്യാപ്തമല്ല. തുടർന്നും ശാശ്വതമായി ജീവിക്കാനും ശവക്കുഴി കാണാതിരിക്കാനും തീർച്ചയായും ജ്ഞാനികൾ മരിക്കുന്നതും ഭോഷനും ബുദ്ധിഹീനനും ഒരുമിച്ച് നശിക്കുന്നതും അവൻ കാണും. അവർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കായി കൈവെടിയും. തങ്ങളുടെ ഭവനങ്ങൾ എന്നേക്കുമുള്ളതാണെന്നും സ്വവസതികൾ തലമുറകളോളം ആണെന്നുമായിരുന്നു അവരുടെ ചിന്ത. നിലങ്ങൾക്കുമേൽ അവർ തങ്ങളുടെ പേരുകൾ ചാർത്തിയിരുന്നു. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങളോട് അവൻ ഉപമിക്കപ്പെടുന്നു. അവർക്കുണ്ടായിരുന്ന ഭോഷത്വം അതായിരുന്നു അവരുടെ വഴി. അവർക്ക് ശേഷമുള്ളവർ അവരുടെ പങ്കുകൊണ്ട് പ്രീതരാകുന്നു. ആട്ടിൻ പറ്റം പോലെ അവർ പാതാളത്തിലേക്ക് നീങ്ങുന്നു. മൃത്യുവാണ് അവരെ മേയ്ക്കുന്നത്. അവരുടെ ജഡം ശവകുടീരത്തിലേക്ക് ഇറങ്ങും. അവരുടെ രൂപം അഴിയാനുള്ളതാണ്. പാതാളമായിരിക്കും അവർക്കുള്ള രമ്യാർമ്മ്യം. എൻ്റെ ആത്മാവിനെയോ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവം പരിത്രാണം ചെയ്യും. തീർച്ചയായും അവിടുന്ന് എന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുന്നത് കൊണ്ടും അവൻ്റെ ഭവനത്തിൻ്റെ കീർത്തി പെരുകുന്നത് കൊണ്ടും നീ ഭയപ്പെടേണ്ട. തൻ്റെ മരണത്തിൽ അവനൊന്നും എടുക്കുകയില്ല. എൻ്റെ കീർത്തി അവൻ്റെ പിൻപേ ഇറങ്ങുകയില്ല. എന്തെന്നാൽ തൻ്റെ ജീവിതത്തിൽ അവൻ സ്വയം വാഴ്ത്തി. നീ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് ആളുകൾ നിന്നെ പ്രശംസിച്ചു. സ്വപിതാക്കന്മാരുടെ തലമുറയിൽ അവൻ ചെന്നു ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. പ്രതാപിയെങ്കിലും ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങളോട് ഉപമിക്കപ്പെടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം പുലരുമ്പോഴേക്കും മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്ത പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ വേഗം കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ അവൻ്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു അവർക്ക് എതിരെ വന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്ന് അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പുരോഹിത പ്രമുഖന്മാരെ അറിയിച്ചു. അവരും പ്രമാണിമാരും കൂടി ആലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധികാരിയുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. അനന്തരം
യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ചിലരാകട്ടെ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ, യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവേ